അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാലേ, കഴിഞ്ഞ ദിവസം ഒരു വോൾട്ടേജ് വേരിയേഷൻ കയറി അടിച്ചിട്ട് നമ്മുടെ സീലിങ്ങിലെ ടോപ്പ് ലൈറ്റിൻ്റെ എല്ലാം സകല എണ്ണത്തിൻ്റെ അഡാപ്റ്റർ തവിട് പൊടി ഗുദാഗവ ഏകദേശം 4 റൂമിൻ്റെയും കൂടി 21 ലൈറ്റിൻ്റെ അഡാപ്റ്റർ ആട്ടോ വോൾട്ടേജ് വേരിയേഷൻ കയറി വെഡ്ഡിയും പുകയും തീർന്നത്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഗസ്റ്റ് ഉണ്ടായിരുന്ന റൂമിലൊക്കെ പെട്ടെന്ന് തന്നെ ഇത് അയച്ച് മെനോണത് സെറ്റാക്കിൽ ടൈം പിടിക്കുന്നതുകൊണ്ട് പുതിയ ലൈറ്റ് മേടിച്ച് സെറ്റ് ചെയ്തിരുന്നു. ബാക്കിയുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഇന്ന് പോയി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന് അങ്ങോട്ട് സെറ്റാക്കണ പരിപാടിയാണിത്. അപ്പോൾ ഓരോന്നോരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ നമ്മുടെ ഋത്തിക് ഭായി കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ ഋത്തിക് ഭായി വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ തോന്നി, എന്നാൽ പിന്നെ ഒരു കണ്ടൻറ്റും ഇല്ലാണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങോട്ട് കയറ്റിയിട്ടേക്കാന്ന് വെച്ചു. പുതിയ ലൈറ്റിൻ്റെ വില ചോദിച്ചു കഴിഞ്ഞപ്പോൾ 2 വർഷത്തെ ഗ്യാരണ്ടി ഉള്ളത് 330 രൂപയും 1 വർഷത്തെ ഗ്യാരണ്ടി ഉള്ളത് 280 രൂപയും 290 രൂപയ്ക്ക് റേറ്റ് തന്നെ. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ലൈറ്റ് അയച്ച് കപ്പാസിറ്റർ ഒരെണ്ണം മേടിച്ചിട്ട് അഡാപ്റ്റർ ഒരെണ്ണം മേടിച്ചു കൊടുത്ത് സെറ്റ് ചെയ്ത് നോക്കിയപ്പോഴേ വേറെ കുഴപ്പമൊന്നുമില്ല, ലൈറ്റിന് കുഴപ്പമൊന്നുമില്ല, അഡാപ്റ്ററിന് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് അറിയാവുന്നതുപോലെ അങ്ങോട്ട് വച്ച് കീച്ചേക്കാന്ന് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് എന്നാ പറ്റണതെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇത് അഡാപ്റ്റർ മേടിച്ചിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നെഗറ്റീവും പോസിറ്റീവൊക്കെ മാറിപ്പോണ്ടെന്ന് അറിയണതിന് വേണ്ടി നമ്മുടെ ഇലക്ട്രീഷ്യൻ മാഹിൻഖാനൊന്ന് വീഡിയോ കോളിലും കൂടി വിളിച്ചായിരുന്നു കേട്ടോ. മാഹിൻഖാനെ വിളിച്ച് വീഡിയോ കോളിൽ നിർത്തി അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും കറക്റ്റ് തന്നെയല്ലേ, ലൈനിൽ നിന്ന് വന്നത് കറക്റ്റ് അല്ലേ, ലൈറ്റിലേക്ക് കൊടുക്കേണ്ട ലൈറ്റിനും നെഗറ്റീവും പോസിറ്റീവും കറക്റ്റ് തന്നെയായിട്ടാണ് ചെയ്തേക്കണേ എന്നൊക്കെ നോക്കി ചെയ്തതിന് ശേഷമായിരുന്നു കേട്ടോ പണി തുടങ്ങിയത്. ഇല്ലെങ്കിൽ എന്നാ പറ്റുന്നതെന്ന് വെച്ചാലേ, ലൈൻ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ എന്നൊരു ഒച്ച മാത്രമേ ഉണ്ടാവുള്ളൂ. 150 രൂപയുടെ കപ്പാസിറ്ററേ ഒറ്റയടിക്കാൻ കൂടെ പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ അറിയാവുന്നതുപോലെ പരിപാടികളെല്ലാം തുടങ്ങി വെച്ചു കിട്ടാം. പിന്നെ അത്യാവശ്യം വേണ്ട ടൂൾസ് എല്ലാം വീട്ടിലെ വാപ്പായമ്മായും പറഞ്ഞാൽ, ഇവന് കറണ്ടേ പണിയാനുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭ്രാന്താന്ന് പറഞ്ഞ മാതിരി ഓൺലൈനിൽ ഓരോ സാധനങ്ങളൊക്കെ ഓഫറിൽ കാണുമ്പോൾ ഇങ്ങനെയുള്ള കണവണ പണിക്ക് വേണ്ട അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് വയ്ക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ വീട്ടിലാണെങ്കിലും റിസോർട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും എന്തെങ്കിലും ഒരു ലൈറ്റോ അല്ലെങ്കിൽ ഒരു സ്വിച്ചൊക്കെ മാറേണ്ട വന്നു കഴിഞ്ഞാലേ, പെട്ടെന്ന് ആരെയും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അറിയാവുന്നതുപോലെയും കൂടെ ചെയ്തു വെച്ച് കഴിഞ്ഞാലേ ചെറുതായിട്ടൊരു ഐഡിയ ഉള്ളതുകൊണ്ടൊക്കെ നമുക്ക് അങ്ങോട്ട് സ്വന്തമായിട്ട് അങ്ങോട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ടോപ്പ് ലൈറ്റ് അയച്ചു, വയറൊക്കെ വലിച്ച് പുറത്തേക്ക് ഇട്ടു, ലൈറ്റിലേക്ക് അഡാപ്റ്റർ സെറ്റ് ചെയ്തു, ലൈനിലേക്ക് അഡാപ്റ്ററിൻ്റെ വയറും കൂടി സെറ്റ് ചെയ്ത് റെഡി ആക്കും കേട്ടോ. ഈ സമയത്ത് കൂടെ ഇരുന്ന് വർത്തമാനം പറയാനും കാര്യങ്ങൾ നോക്കാനും ഉപദേശങ്ങൾ തരാനും നമ്മുടെ പിള്ളേർ 3 കൂടെ ഉണ്ട് കേട്ടോ. ഓരോ കാര്യങ്ങൾ അവന്മാരവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കളിക്കേണ്ട ചിരിക്കേണ്ട കാര്യങ്ങൾ നോക്കണ്ടെങ്കിലും അവന്മാരെ ശ്രദ്ധ മൊത്തം എൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. കാരണം കറണ്ടേലാണ് പണിയുന്നതെന്ന് അവർക്കും അറിയാം. അവിടെ ഇട്ട് എന്തെങ്കിലും കണവണ പണികൊണ്ടിരിക്കുമ്പോൾ പേടിക്ക് ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് അമ്മമാർക്ക് അറിയാം. അതുകൊണ്ടാണ് നമ്മളോട് നമ്മുടെ പിള്ളേർക്കൊക്കെ ഭയങ്കര മുഹബത്താന്നേ. കണ്ടോ, ഒരുത്തൻ അവിടെ ഇരുന്ന് മൊബൈലിൽ ഗെയിം കളിക്കുകയോ വീഡിയോ ആണോ ഏതാണ്ടൊക്കെ ചെയ്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി 2 പേര് ക്യാമറയുടെ പുറയിലായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൊടുത്തു റെഡിയാക്കി നേരെ പിരിച്ച് സെറ്റ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കുഴപ്പമെന്ന് വെച്ചാലേ, ആ സാധനത്തിൻ്റെ സ്പ്രിങ് അതങ്ങോട്ട് ഊരിയെടുക്കുമ്പോൾ കൈയുടെ നഖത്തേലേക്ക് കിട്ടുന്ന ഒരു അടിയുണ്ട്. 7 14 രോഗവും സ്വർഗവും കണ്ടുപോകുന്നു ആ അടി കിട്ടുമ്പോൾ. അങ്ങനെ സെറ്റ് ചെയ്തു, റെഡിയായി. താങ്ക്സ് ഫോർ